നമസ്കാരം. ഇന്നലെ ക്രൈമാണ് വീണ ജോർജിൻ്റെ തട്ടിപ്പ് ആദ്യമായിട്ട് പൊളിച്ച് വീഡിയോ പുറത്തുവിട്ടത്. അതായത് വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം ഉണ്ടായിട്ടുള്ള പൂർണ്ണമായ വീഡിയോ കാണിച്ചുകൊണ്ട് അതിൽ KSUക്കാർ 5 പേർ വന്ന് KSU നേതാക്കളായ 5 പേർ വന്ന് അവിടെ മുദ്രാവാക്യം വിളിക്കുകയും പോലീസുകാർ അവരെ കൊണ്ടുപോവുകയും ചെയ്തു. അതോടെ അവരുടെ പ്രതിഷേധം 2-3 മിനിറ്റിനുള്ളിൽ തീർന്നുപോയി. ഈ കാര്യം തുടങ്ങി അവിടെ വന്ന വീണ ജോർജ് അതിനുശേഷം കാട്ടിയിട്ടുള്ള കോപ്രായങ്ങളെല്ലാം തന്നെ കാണിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ആ വീഡിയോയിൽ ഏറ്റവും സുപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് പിണറായി വിജയൻ വിളിക്കുന്നു ആരെ? വീണ ജോർജിനെ. വീണ ജോർജിനെ വിളിക്കുന്ന ആരുടെ ഫോൺ വഴിയാണ്? സ്പീക്കർ ഷംസീറിൻ്റെ ഫോൺ വഴിയാണ്. അപ്പോൾ സ്പീക്കർ ഷംസീറിനോട് ആദ്യം തന്നെ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ് പറഞ്ഞു കൊടുത്തത്? ഇവിടെ ഇപ്പോൾ ഒരു അഭിനയിച്ചോളണം, പരിക്കേറ്റു എന്ന് പറഞ്ഞ് അഭിനയിച്ചോളണം. ആ അഭിനയിച്ചത് അപ്പം തന്നെ അവരെ ഹോസ്പിറ്റലിൽ മാറ്റണം. അതുവരെ കളിച്ചും ചിരിച്ചുമാണ് അവർ വന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവ് ദൃക്സാക്ഷി പറയുന്ന ഒരു ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് നമുക്ക് കേൾക്കാം. ഇത് വെറുതെയാ. ഞാന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിൽ കയറി നിൽക്കുമ്പോഴാണ് ഇവര് വരുന്നത്. സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസിന് കുറച്ച് പേര് തടഞ്ഞു എന്നല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല. കാരണം ഞാൻ നേരെ ഓപ്പോസിറ്റ് നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. പോലീസാണെങ്കിൽ ഒരു പറ്റും പോലീസുണ്ട്, ഒന്നും സംഭവിച്ചില്ല. അവരതിന്നിട്ട് നടന്ന് സ്റ്റെപ്പ് കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വീൽ ചെയർ എടുക്കുക. അവർക്ക് കഴുത്തുവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീൽ ചെയർ വന്നില്ല, മറ്റൊരു വേറെ വണ്ടി വന്നു. ആദ്യം വീൽ ചെയർ പോലീസുകാർ എടുത്തോണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ വണ്ടി വന്ന് അതിൽ കയറ്റിക്കൊണ്ട് പോയി. അവിടെ വേറെ ഒന്നും നടന്നില്ല. പെട്ടെന്ന് വന്നപ്പം പെട്ടെന്ന് ജൈവിളി ഇട്ടപ്പോൾ എല്ലാവരും പേടിച്ച് പോയി എന്നല്ലാണ്ട് വേറൊന്നും അവിടെ ഉണ്ടായില്ല. ചുമ്മാണ് കരിങ്കൊടി കാണിച്ചു, അവര് സിന്താവ വിളിച്ചു എന്നുള്ളത് സത്യമാണ്. രാജിവെക്കണം എന്നും പറഞ്ഞ് എല്ലാം കൂടെ ഒരു 2-3 മിനിറ്റ് പോലും ഉണ്ടായില്ല. അതിനിടയ്ക്ക് മീഡിയക്കാരും കുന്തവും കുറച്ചക്കറും ഒരു 50 പോലീസും. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ നടന്ന് സ്റ്റെപ്പ് കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് വന്ദേ ഭാരതിന് അവർക്ക് C4 ആയിരുന്നു. അവിടെ വന്ന്, അതായത് ഞാൻ C9 ആയിരുന്നു, അവര് C4 ആയിരുന്നു. അവിടെ വന്ന് ഇരിക്കുന്നൊക്കെ കണ്ടതാ. ഒരു കുഴപ്പമില്ലാണ്. എന്തൊരു അഭിനയ ദൈവമേ. കേട്ടല്ലോ. അതായത് വീണ ജോർജ് വന്നത് മുതൽ അവർ ട്രെയിൻ കയറാൻ വരെ 3ാം പ്ലാറ്റ്ഫോമിൽ വന്നത് വരെയുള്ള കാര്യങ്ങൾ, ആദ്യം 3ാം പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു വരുന്നു, പിന്നെ ഇങ്ങോട്ട് മടങ്ങി വരുന്നു, വീണ്ടും അവിടെ പോകണു. ഈ സന്ദർഭങ്ങളിൽ ഒന്നും തന്നെ ഒരു കുട്ടി പോലും അവിടെ അവരെ ആക്രമിക്കാൻ എത്തിയിട്ടില്ല. പക്ഷെ പിണറായി വിജയൻ ഷംസീറിൻ്റെ ഫോണിലേക്ക് കൊടുത്ത് അപ്പോൾ അവർ പറയുന്ന വാചകം നമ്മൾ കേട്ടില്ലേ? എൻ്റെ കഴുത്തിന് ഇതുണ്ട്, നടന്നു വരുമ്പോൾ ഒരു വേദന ഉണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ ഷംസീർ പറയാണ് പരിക്ക് പറ്റിയെന്ന് പറയൂ എന്ന് പറയുന്നത്. ആ ഭാഗം ഒന്ന് കേൾക്കാം. അല്ല സജീവട്ടാ, നിങ്ങൾ വരണ്ട, അഡ്മിഷൻ ആയിക്കോ. അല്ല അഡ്മിഷൻ ആക്കാനുള്ള ഏർപ്പാടാക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്ത് നടന്നു വരുമ്പോഴാണ് എനിക്ക് കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. ആൾക്കാർ അഡ്മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. പരിക്കുണ്ട്. മിനിസ്റ്ററുടെ കഴുത്തിന് പരിക്കുണ്ട്. മിനിസ്റ്റർ ഇപ്പം ഈ ട്രെയിനിൽ സഞ്ചരിക്കേണ്ട എൻ്റെ കൂടെ. മിനിസ്റ്റർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. അപ്പോൾ മിനിസ്റ്റർ ഇപ്പം അഡ്മിറ്റ് ചെയ്യാൻ പോകും. കേട്ടല്ലോ. അതായത് വീണ ജോർജിനോട് പിണറായി വിജയൻ കൃത്യമായി പറഞ്ഞത് മുതൽക്കാണ് വീണ ജോർജിന് പരിക്കേറ്റതും സ്വയം പരിക്കേറ്റതും അതേപോലെ അവർ ബോധക്കേട് അഭിനയിച്ചതും പിന്നെ അവർ ഹോസ്പിറ്റലിൽ എത്തിയതും. ഇനി അത് അവരെ എവിടെയും കൊണ്ടുപോകും. ഇപ്പം ഇവർ അതേപോലെ ഷംസീർ പറഞ്ഞ കാര്യം എന്താ? പരിക്ക് പറ്റി എന്ന് പറഞ്ഞിട്ട് ആരാണ് പറയുന്നത് പരിക്ക് പറ്റിയെന്ന്? നമ്മുടെ ഷംസീറാണ് ആ കഥ ഉണ്ടായത്. ഷംസീറിനോട് ആരാ പറയുന്നത്? പിണറായി വിജയനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ പിണറായി വിജയൻ തന്നെയാണ് ഡയറക്റ്റ് അഭിനയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാടക നടിയായ നമ്മുടെ സൂപ്പർ താര നടിയായ നമ്മുടെ വീണ ജോർജിനോട് പറയുന്നത്. വീണ ജോർജ് അപ്പോൾ തന്നെ ബോധക്കേട് വരുന്നു. അങ്ങനെ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു. അതുവരെ ഒരു സൂക്കടുമില്ല, കളിച്ചും ചിരിച്ചും കൊണ്ടാണ് വന്നതെന്ന് പറയുന്ന സംഭാഷണം, അവിടെയുള്ള ദൃക്സാക്ഷിയുടെ സംഭാഷണം വന്നു. ഇനി വേറൊരു കാര്യം, അതിന് മുമ്പേ KSUക്കാർ വന്ന രംഗം നോക്കാം.
കണ്ടല്ലോ, അവർ വന്ന് അവരെയും കുട്ടിയും അവരെയും പേരെയും പ്രതിഷേധം കാണിച്ചു, അവർ പോയി. അതിന് ശേഷമാണ് വീണ ജോർജ് പോയിന്ന് കണ്ടപ്പോഴാണ് പോയത്. കണ്ടല്ലോ, പോയ ശേഷം വീണ ജോർജ് ഉറച്ചത്തോളം ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം, അവരിങ്ങോട്ട് വിളിക്കി എന്ന് പറഞ്ഞ് വീമ്പത്തരം വിളക്കുന്നത് അതും കാണാം. കണ്ട വീമ്പത്തരം വിളക്കിയത്. ആ വീമ്പത്തരം വിളക്കി കഴിഞ്ഞ വീണ ജോർജ് പിന്നെ നമുക്ക് ചിരിക്കാനല്ല എന്താണ് പറയേണ്ടത്, അവസാനം ഇപ്പോൾ അവർക്ക് ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് CPM വലിയ തോതിൽ പ്രചരണം നടത്തുകയാണ്. എന്നിടെ DCC ഓഫീസ് ആക്രമിച്ചു, പല സ്ഥലത്തും ജാഥകൾ നടത്തുന്നു, എല്ലാം കേരളത്തിൽ കംപ്ലീറ്റ് ഇളക്കി മറിക്കാൻ ഇത് ഉപയോഗിക്കാനായിരുന്നു ഈ ശ്രമം. പക്ഷെ 8 നിലയിലാണ് പൊട്ടിയത്. പിണറായി വിജയൻ ആസൂത്രണം ചെയ്ത, സ്പീക്കർ ഷംസീർ അതിൽ ഉൾപ്പെട്ട, വീണ ജോർജ് അഭിനയിച്ച സംഭവമാണ് ഇപ്പോൾ 8 നിലയിൽ പൊട്ടിയത്, ചീറ്റിപ്പോയത്. അതായത് ദിവ്യഗർഭം, സാധാരണ നമ്മൾ 8 മമ്മൂഞ്ഞ് പല ദിവ്യഗർഭങ്ങളും ഏറ്റെടുക്കാറുണ്ട്. ഞാൻ ഇന്ന ആളുടെ അവർ ഗർഭിണിയായത് ഞാൻ കാരണമാണ്, അവിടെ ഏതെങ്കിലും സുന്ദരിമാർ പ്രസവിക്കണത് എൻ്റെ ഗർഭമാണെന്ന് 8 മമ്മൂഞ്ഞ് പറയാറുണ്ട്. ആ 8 മമ്മൂഞ്ഞിനെ പോലെ ഇവിടെ സ്വയം ഒരു പരിക്കേറ്റതായി സ്വയം അങ്ങനെ ഒരു അഭിനയിച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് ആര്, നമ്മുടെ വീണ ജോർജ്. പരിക്കിൻ്റെ എല്ലാം കാര്യങ്ങളും സ്വയം ഇല്ലാത്ത പരിക്ക് പോലും സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് വീണ ജോർജ്. ദിവ്യഗർഭം അങ്ങനെ അലസിപ്പോയി. വീണ ജോർജിൻ്റെ അഭിനയവും കലക്കിയെങ്കിലും അത് ചാപ്പിള്ളയായി മാറി. അല്ലാതെ എന്തു പറയാനാണ്, കഷ്ടം എന്നല്ലാതെ നമ്മൾ എന്താണ് പറയേണ്ടത്? ഇത്രയും നുണ പറയുന്ന, ഇത്രയും കള്ളം പറയുന്ന, ഇത്രയും തട്ടിപ്പുകാരിയായ ഒരാളാണ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി. എന്നിട്ട് ആരോഗ്യവകുപ്പിലെ കുത്തഴിഞ്ഞ ആരോഗ്യവകുപ്പിലെ ഓരോ പ്രശ്നങ്ങളും അവർ ജനങ്ങളോട് പറയുന്ന രീതി എന്താ? പച്ച കള്ളമാണ് പറയുന്നത്. പിണറായി വിജയൻ്റെ കുഴലൂത്തുകാരിയായവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഇതെല്ലാം. 100% കോപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ 100% കോപ്രായങ്ങളാണ് അവർ കാട്ടിയിട്ടുള്ളത്. അതുവഴി കേരളത്തിൽ കലാപം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പിണറായി വിജയനും അതേപോലെ ഷംസീറും അതേപോലെ വീണ ജോർജും കൂടെ പ്ലാൻ ചെയ്തത്. അത് 8 നിലയിൽ പൊട്ടി. അതിനെക്കുറിച്ച് ഇന്നലെ അലോഷ്യസ്, അതായത് KICUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് പറഞ്ഞ വാചകങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. KICUവിൻ്റെ ഒരു കുട്ടികൾ പോലും അവരെ തൊട്ടിട്ടില്ല. ഇത് 8 നിലയിൽ പൊട്ടിയ ചീറ്റിപ്പോയ കഥയാണെന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. എന്തായാലും അഭിമാനത്തോടെ ഒരു കാര്യം പറയും, ക്രൈമാണ് ഇത് പൊളിച്ചത്. ആദ്യം തന്നെ ഇത് കള്ളമാണെന്ന് പറയുന്ന വീഡിയോ കൃത്യമായി ചൂണ്ടിക്കാട്ടി ഷംസീർ മാത്രമല്ല പിണറായി വിജയൻ്റെയും കൂടി നാടകമാണ് എന്ന് കൃത്യമായിട്ടുള്ള തെളിവാണ് ഇന്നലെ ക്രൈം പുറത്തുവിട്ടത്.